കേരളത്തിലും ഇസ്ലാമിസ്റ്റുകളുടെ കലാപശ്രമം. ലവ് മുഹമ്മദ് ഫ്ലെക്സുകൾ കേരളത്തിലും പ്രത്യക്ഷപ്പെട്ടു. ഉത്തർപ്രദേശിൽ പൊട്ടിപ്പുറപ്പെട്ട ഐ ലവ് മുഹമ്മദ് പ്രതിഷേധ ഫ്ലെക്സ് പത്തനംതിട്ടയിലും കണ്ടെത്തി. പത്തനംതിട്ട കുലശേഖരപതിയിലാണ് ഫ്ലെക്സുകൾ കാണപ്പെട്ടത്. മുസ്ലിം യുവജന ഫെഡറേഷന്റെ പേരിലാണ് ഫ്ലെക്സുകൾ. വിവരങ്ങളുമായി ഗോകുൽ രമേശ് ചേരുന്നു. ഗോകുൽ, ഉത്തർപ്രദേശിൽ രൂപം കൊണ്ട ഒരു കലാപം, അതിൻ്റെ പ്രതിഷേധ ഫ്ലെക്സുകൾ ഇങ്ങ് പത്തനംതിട്ടയിലും ഇപ്പോൾ ഉയർന്നിരിക്കുന്നു. ഐ ലവ് മുഹമ്മദ് കലാപകാരികളാണ് ഇതിന് പിന്നിൽ എന്നുള്ളത് വ്യക്തമാണല്ലോ. കൂടുതൽ വിവരങ്ങൾ ഗോകുൽ. വിനോദത്തിൽ വടക്കേ ഇന്ത്യയിൽ ആരംഭിച്ചിട്ടുള്ള ആ ഒരു കലാപ ആഹ്വാനവും കലാപശ്രമവും അതിങ്ങ് കേരളത്തിലേക്ക് കൂടി പടരുന്നു എന്നുള്ളത് തന്നെയാണ്. നേരത്തെ മുതൽ തന്നെ, അല്ലെങ്കിൽ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഇത്തരത്തിൽ ഇസ്ലാമിസ്റ്റുകളുടെ ഒരു കലാപ ആഹ്വാനവും അതോടൊപ്പം തന്നെ കലാപശ്രമവും ഒക്കെ രാജ്യത്ത് പലയിടത്തും നടത്താൻ ശ്രമിച്ചിരുന്നെങ്കിലും അതൊക്കെ പരാജയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ കേരളത്തിൽ ഇവർ ശക്തിയായിട്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നതാണ്. എന്തായാലും അതിൻ്റെ പല ഉദാഹരണങ്ങളും ഇതിനോടകം തന്നെ നമുക്ക് മുൻപിൽ ഉള്ളതാണ്. എന്തായാലും അതിൻ്റെ ഒരു തുടർച്ച എന്നോളം തന്നെയാണ് വടക്കേ ഇന്ത്യയിൽ ആരംഭിച്ചിട്ടുള്ള ഐ ലവ് മുഹമ്മദ് എന്ന് പറയുന്ന ആ ഒരു കലാപാഹ്വാനം, അതിൻ്റെ ശ്രമം ഇപ്പോൾ കേരളത്തിൽ കൂടി ഉണ്ടായിരിക്കുന്നത്. പത്തനംതിട്ട ജില്ലയിലാണ് ഈ ഐ ലവ് മുഹമ്മദ് ഫ്ലെക്സുകൾ ഉയർന്നിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിച്ചിരിക്കുന്നത്. പത്തനംതിട്ടയിലെ കുലശേഖരപതി എന്ന് പറയുന്ന ഭാഗത്താണ് ഇസ്ലാമിസ്റ്റുകൾ ഐ ലവ് മുഹമ്മദ് എന്ന പേരിൽ വലിയ രീതിയിൽ ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. ഇത് കഴിഞ്ഞ സെപ്റ്റംബർ 4-ാം തീയതി നബിദിന റാലിക്കിടയിൽ ഉത്തർപ്രദേശിലെ കാൺപൂരിലാണ് ഈ ഒരു പ്രശ്നം ആദ്യമായിട്ട് ആരംഭിക്കുന്നത്. അതായത് അവിടെയുള്ള ഹിന്ദു പ്രദേശങ്ങൾ രാമനവമി അടക്കം പരമ്പരാഗതമായിട്ട് ആചരിച്ചു പോരുന്ന ആഘോഷിക്കുന്ന സ്ഥലത്ത് ഇവർ ഐ ലവ് മുഹമ്മദ് എന്ന് പറയുന്ന ബാനറുകൾ സ്ഥാപിച്ചു. മനഃപൂർവ്വം പ്രകോപനം സൃഷ്ടിച്ചുകൊണ്ട് കലാപത്തിന് ശ്രമിച്ചുകൊണ്ടായിരുന്നു ആ ബാനറുകളൊക്കെ അവിടെ സ്ഥാപിക്കുകയുണ്ടായത്. അത് പിന്നീട് വലിയ തർക്കങ്ങൾക്കും വലിയ സംഘർഷങ്ങൾക്കും ഒക്കെ ഇടയായി. പോലീസ് ഇടപെട്ട് ആ ബാനറുകൾ അഴിപ്പിച്ചത് ഈ ഇസ്ലാമിസ്റ്റുകളെ വീണ്ടും ചൊടിപ്പിക്കുകയും അവർ കഴിഞ്ഞ 26-ാം തീയതി സെപ്റ്റംബർ 26-ാം തീയതി പള്ളിയിൽ ഒന്നിച്ചുകൂടി പലയിടങ്ങളിൽ ബറേലി പോലെയുള്ള സ്ഥലങ്ങളിൽ വലിയ അല്ലെങ്കിൽ ഈ പ്രതിഷേധ റാലികൾ സംഘടിപ്പിച്ചു. അത് പോലീസുമായിട്ട് വലിയ സംഘർഷത്തിനുമൊക്കെ ഇടയാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്ന് പല ഭാഗങ്ങളിലും, പ്രത്യേകിച്ച് യു-പിക്ക് പുറത്ത് ഗുജറാത്തും അതോടൊപ്പം തന്നെ ഉത്തരാഖണ്ഡിലും തെലങ്കാന, മഹാരാഷ്ട്ര അടക്കമുള്ള സംസ്ഥാനങ്ങളിലും പിന്നീട് ഈ ഐ ലവ് മുഹമ്മദ് ഫ്ലെക്സ് ബോർഡുകൾ ഉയർന്നുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രതിഷേധ റാലികളൊക്കെ നടത്തിക്കൊണ്ട് കലാപത്തിനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും അതിൻ്റെ തുടർച്ച എന്നോണമാണ് ഇപ്പോൾ കേരളത്തിലും ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടുള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. കുലശേഖരപതി മുസ്ലിം യുവജന ഫെഡറേഷൻ എന്ന് പറയുന്ന പേരിലാണ് ഈ ഫ്ലെക്സ് ബോർഡുകൾ കുലശേഖരപതിയിൽ ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. എന്തായാലും ഇതിന് പിന്നിൽ ആരാണ് എന്നുള്ളത് കണ്ടെത്തി കൃത്യമായിട്ടുള്ള അന്വേഷണം കേന്ദ്ര ഏജൻസികളുടെ ഭാഗത്തു നിന്നും അന്വേഷണം നടത്തി അവരുടെ ദുരുദ്ദേശത്തെ ഇല്ലാതെയാക്കണം എന്നുള്ള ആവശ്യം ഇതിനോടകം തന്നെ പൊതുജന സമൂഹത്തിൽ നിന്നും ഉയർന്നു കഴിയുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ സംഭവം ജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത് പോലീസ് അടക്കമുള്ള അധികാരികളെ അറിയിച്ചിട്ടുള്ളതായിട്ടാണ് അവിടുത്തെ പ്രദേശവാസികൾ നമ്മളോട് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. വിഷയത്തിൻ്റെ ഗൗരവം അത് വലുതാണ് എന്നും ഇതിനെ ചെറുതായി കണക്കാക്കാൻ സാധിക്കുകയില്ല എന്നും, അതായത് ഇപ്പോൾ മറ്റ് ഭാരതത്തിന് പുറത്തുള്ള പല രാജ്യങ്ങളിലും ജൻസി കലാപമൊക്കെ അരങ്ങേറുന്ന ഒരു സാഹചര്യത്തിൽ ഭാരതത്തിലും അത്തരത്തിൽ ഇവിടുത്തെ ഭരണത്തെ അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ട് കലാപങ്ങൾ ഉണ്ടായേ തീരൂ എന്ന് ഇസ്ലാമിസ്റ്റുകൾ അടക്കമുള്ള ഒരു കൂട്ടർ വിചാരിക്കുന്ന വേളയിലാണ് ഇത്തരത്തിലൊരു വിഷയവുമായിട്ട് ഇസ്ലാമിസ്റ്റുകൾ മുന്നോട്ട് വരികയും വലിയ പ്രതിഷേധങ്ങൾ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. എന്തായാലും കേരളത്തിലും അതിൻ്റെ അലയൊലി ഉണ്ടാകുന്നു എന്ന് തന്നെയാണ്. കേരളത്തിലും കലാപശ്രമങ്ങൾ ഈ ഇസ്ലാമിസ്റ്റുകളുടെ ഭാഗത്തു നിന്നും നടത്താൻ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ സൂചനകൾ തന്നെയാണ് ഈ പത്തനംതിട്ട കുലശേഖരപതിയിൽ ഉയർന്നിരിക്കുന്ന ഐ ലവ് മുഹമ്മദ് ഫ്ലെക്സ് ബോർഡുകൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള അന്വേഷണം ഉണ്ടാകണം. പ്രത്യേകിച്ച് ഈ കുലശേഖരപതി എന്ന് പറയുന്ന ഭാഗം അത് നേരത്തെ മുതൽ തന്നെ NIA ദേശീയ അന്വേഷണ ഏജൻസിയുടെ അടക്കം നിരീക്ഷണത്തിലുള്ള ഒരു സ്ഥലം കൂടിയിട്ടാണ്. മുമ്പ് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുന്ന ആ വേളയിൽ അവിടെ നിന്നും നിരവധി പോപ്പുലർ ഫ്രണ്ട് ഭീകരരെ ഈ ഭാഗത്തു നിന്നും അടക്കം NIA അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുള്ളൊരു സ്ഥലം കൂടിയിട്ടാണ്. പോപ്പുലർ ഫ്രണ്ടും അതോടൊപ്പം തന്നെ SDP അടക്കമുള്ള ആ സംഘടനകളുടെ, അത്തരം സംഘടനകളുടെ ശക്തി കേന്ദ്രം കൂടിയിട്ടാണ് ഈ കുലശേഖരപതി എന്ന് പറയുന്ന പ്രദേശം. അതുകൊണ്ട് തന്നെ അവിടെ തന്നെയാണ് ഈ ഫ്ലെക്സ് ബോർഡുകളും ഐ ലവ് മുഹമ്മദ് എന്ന് പറയുന്ന ഫ്ലെക്സ് ബോർഡുകൾ കൂടി ഉയർന്നിരിക്കുന്നത് എന്നുള്ളത് വിഷയത്തിൻ്റെ ഗൗരവം വളരെ വലുതാക്കി മാറ്റുന്നു എന്നുള്ള കാര്യവും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. എന്തായാലും പോലീസിൻ്റെ കൃത്യമായിട്ടുള്ള ഇടപെടൽ ഈ വിഷയത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. അവരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും മറ്റ് ഇടപെടലുകൾ ഒന്നും ഉണ്ടായിട്ടില്ല. കേന്ദ്ര ഏജൻസികൾ, ഇന്റലിജൻസ് ബ്യൂറോ അടക്കമുള്ള കേന്ദ്ര ഏജൻസികൾ ഇതുമായി ബന്ധപ്പെട്ട് ഗൗരവപൂർണ്ണമായിട്ടുള്ള അന്വേഷണം നടത്തി ആ ബോർഡുകൾ സ്ഥാപിച്ചവരെ കണ്ടെത്തണം, അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഉദ്ദേശത്തെ, ഗൂഢമായിട്ടുള്ള ഉദ്ദേശത്തെ ചെറുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം എന്നുള്ള ആവശ്യം ഇതിനോടകം തന്നെ അവിടുത്തെ പൊതുസമൂഹത്തിന്റെ ഭാഗത്തു നിന്നും ഉയർന്നു കഴിഞ്ഞിരിക്കുകയാണ്. വിനോദ്. ഗോകുൽ, അപ്പോൾ കേരളത്തിലും ഇസ്ലാമിസ്റ്റുകളുടെ കലാപശ്രമം നടക്കുന്നു. അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നവരാണ് ഈ ഫ്ലെക്സ് ബോർഡ് ഉയർത്തിയത് എന്ന് ഇവിടുത്തെ രഹസ്യാന്വേഷണ വിഭാഗത്തിനും അറിയാം.
ഇത്തരത്തിലുള്ള ഒരു വാർത്ത ജനം ടി വി മാത്രം പുറത്തേക്ക് വിടുമ്പോൾ, എന്നാൽ ഇതിന്മേലൊരു നടപടി സ്വീകരിക്കാൻ അല്ലെങ്കിൽ ഇത്തരം തീവ്രവാദ സ്വഭാവമുള്ള ഫ്ലെക്സ് ബോർഡുകൾ, പരസ്യ ബോർഡുകൾ ഒക്കെ നീക്കം ചെയ്യാൻ പോലും അധികാരികൾ തയ്യാറാകുന്നില്ല എന്നുള്ളത് വളരെ ഗൗരവത്തോടെ കാണേണ്ടതല്ലേ? കാരണം ഇത്തരത്തിലുള്ള പ്രവർത്തനം ഉത്തർപ്രദേശിൽ ഉണ്ടായ ഒരു സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ കേരളം പോലെ വളരെ സമാധാനപരമായി പോകുന്ന ഒരു സ്റ്റേറ്റ് എന്ന് നമ്മൾ കരുതുന്ന ഈ പ്രദേശത്ത് ഇത്തരം ഫ്ലെക്സ് ബോർഡുകൾ ഉയർത്തി സമൂഹത്തിനിടയിൽ ഭിന്നിപ്പുണ്ടാക്കാനുള്ള തീവ്രമായ ശ്രമം ഇസ്ലാമിസ്റ്റുകളുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നു. പക്ഷേ ഇത് കൃത്യമായി തടയാൻ, ഇത്തരം ബോർഡുകൾ നീക്കം ചെയ്യാൻ പോലീസോ ബന്ധപ്പെട്ട അധികാരികളോ ഇതുവരെ തയ്യാറാകുന്നില്ല എന്നുള്ളത് വളരെ ഗൗരവത്തോടെ കാണേണ്ട കാര്യമല്ലേ ഗോകുൽ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. എന്തായാലും ഇത്തരത്തിലൊരു സംഭവം മുൻകൂട്ടി കാണാൻ സാധിച്ചിട്ടും അല്ലെങ്കിൽ അത് ശ്രദ്ധയിൽപ്പെട്ടിട്ട് പോലും കാര്യമായിട്ടുള്ള നടപടി അവർക്കെതിരായിട്ട് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളത് വസ്തുത തന്നെയാണ്. അത് ഈ വിഷയത്തെ ഗൗരവപൂർണ്ണമായിട്ട് അവർ കണക്കാക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. എന്തായാലും അതിൻ്റെയൊക്കെ പ്രത്യാഘാതം വളരെ വലുതാകും. മുമ്പും ഇത്തരത്തിൽ സമാനമായിട്ട് സാഹചര്യങ്ങൾ ഉണ്ടായപ്പോൾ പോലും ഇസ്ലാമിസ്റ്റുകളുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള നടപടികൾ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും പ്രത്യേകിച്ച് പത്തനംതിട്ട ജില്ലയിലടക്കം ഉണ്ടായ ഒരു സാഹചര്യത്തിൽ പോലും ഗൗരവപൂർണ്ണമായിട്ടുള്ള ഇടപെടൽ ഈ പോലീസിൻ്റെയോ മറ്റ് ഇവിടുത്തെ പ്രാദേശിക അധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാതിരുന്നു. അതിന് പിന്നീട് വലിയ വില കൊടുക്കേണ്ടതായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് പത്തനംതിട്ട ജില്ലയിലെ കോട്ടാങ്ങൽ പോലെയുള്ള പ്രദേശത്ത് വിദ്യാർത്ഥികളുടെ ദേഹത്ത് ഐ ആം ബാബറി എന്ന് പറയുന്ന ബാഡ്ജ് ഒട്ടിച്ച സംഭവങ്ങളടക്കം വലിയ ഗുരുതരമായിട്ടുള്ള വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനൊന്നുമെതിരെ കാര്യമായിട്ടുള്ള നിയമ നടപടികൾ ഇവിടുത്തെ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ലായിരുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാകുന്നത്. എന്തായാലും അതിൻ്റെ ഒരു തുടർച്ചയെന്നാണ് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായിട്ട് ഈ കുലശേഖരപതിയിൽ ഉയർന്നിരിക്കുന്ന ഈ ബോർഡുകളെ കൂടി കണക്കാക്കേണ്ടതായിട്ട് ഉണ്ട്. എന്തായാലും ഇവരെ ഇങ്ങനെ കയറൂരി വിടുന്ന അല്ലെങ്കിൽ കെട്ടഴിച്ചു വിടുന്ന ഒരു സമീപനം തന്നെയാണ് ഇവിടുത്തെ നിയമപാലകരും ഇവിടുത്തെ ഭരണകൂടവും ഒക്കെ തന്നെ സ്വീകരിച്ചുകൊണ്ടേയിരിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ കേന്ദ്ര ഏജൻസികളുടെ ഇടപെടൽ തന്നെയാണ് ഇനി അനിവാര്യമായിട്ട് ഉണ്ടാവേണ്ടത്. എങ്കിൽ മാത്രമേ ഇതിൽ കൃത്യമായിട്ടൊരു തടയിടാൻ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഉദ്ദേശത്തെ തടയിടുന്നതിന് വേണ്ടിയിട്ട് ചെറുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ സാധ്യമാവുകയുള്ളൂ. അല്ലെങ്കിൽ വടക്കേ ഇന്ത്യയിലൊക്കെ ഉണ്ടായതുപോലെയുള്ള വലിയ പ്രതിഷേധ റാലികൾ അത് മനഃപൂർവ്വമായിട്ട് സൃഷ്ടിച്ചെടുത്തിട്ടുള്ള സംഘർഷങ്ങളാണ്. പോലീസിന് നേരെ വെടിവെക്കുന്ന രീതിയിലുള്ള സംഭവങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. അവിടെ ഉണ്ടായിട്ടുള്ള പ്രതിഷേധങ്ങളിൽ 100ഓളം ആളുകൾ ഇതിനോടകം തന്നെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. കലാപകാരികളും തീവ്രവാദികളുമായിട്ടുള്ള ആളുകളെ അറസ്റ്റ് ചെയ്യുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. പോലീസിന് നേരെ വെടിയുതിർക്കുന്ന സംഭവങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും കേരളത്തിലും അത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ശക്തമായിട്ടുള്ള ഇടപെടൽ നടപടികൾ തന്നെയാണ് അധികാരികളുടെ ഭാഗത്തു നിന്നും നിയമപാലകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടത്. പക്ഷേ ദൗർഭാഗ്യവശാൽ ഇതുവരെയും അത് ഉണ്ടാകുന്നില്ല. മറ്റ് മാധ്യമങ്ങൾ പോലും ഈ വാർത്ത ഏറ്റെടുക്കുന്നില്ല എന്നുള്ളത് നമ്മൾ ഏറെ ഗൗരവപൂർണ്ണമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുത കൂടിയിട്ടാണ്. മനഃപൂർവ്വമായിട്ട് കലാപം സൃഷ്ടിച്ചുകൊണ്ട് ഇവിടുത്തെ സമാധാന അന്തരീക്ഷത്തെ തകർക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു സൗഹാർദ്ദപരമായിട്ടുള്ള അന്തരീക്ഷത്തെ മനഃപൂർവ്വം തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമങ്ങളാണ് ഇസ്ലാമിസ്റ്റുകളുടെ ഭാഗത്തു നിന്നും ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. പ്രത്യേകിച്ച് ആ ഭാഗം കുലശേഖരപതി എന്ന് പറയുന്ന പ്രദേശത്തിൻ്റെ പ്രത്യേകത ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ PFI തീവ്രവാദികളടക്കം അവിടെ നിന്നും നിരവധി ആളുകളെ അറസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു മേഖല കൂടിയിട്ടാണ്. അവിടെ അവർ വീണ്ടും ഇത്തരത്തിൽ പ്രകോപനത്തിന് ശ്രമിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ സംഭവങ്ങൾ വിരൽ ചൂണ്ടുന്നത്. എന്തായാലും ഗൗരവപൂർണ്ണമായിട്ടുള്ളൊരു അന്വേഷണം നടത്തി ആ ഒരു ശ്രമത്തെ തുടക്കത്തിൽ തന്നെ ചെറുക്കാൻ സാധിക്കുകയാണെങ്കിൽ വലിയ ഗുരുതരമായിട്ടുള്ള പ്രശ്നമായിട്ട് അത് മാറാതെ മാറ്റുവാൻ നമുക്ക് സാധിക്കും. എന്തായാലും ആ രീതിയിലുള്ളൊരു അന്വേഷണം, ആ രീതിയിലുള്ള ഒരു ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടാകണമെന്ന് മാത്രമാണ് നമുക്ക് ആവശ്യപ്പെടാനായിട്ടുള്ളത്. പ്രത്യേകിച്ച് അവിടുത്തെ പ്രദേശവാസികളായിട്ടുള്ള മറ്റുള്ള ആളുകളുടെ ഭാഗത്തു നിന്നൊക്കെ സമാനമായിട്ടുള്ള പ്രതികരണങ്ങൾ നമുക്ക് ലഭ്യമാവുകയും ചെയ്തിട്ടുണ്ട്. അവർ അവിടെ ഉണ്ടായിട്ടുള്ള ആ ഒരു വിഷയത്തെ വളരെ ഗൗരവപൂർണ്ണമായിട്ട് അതിലൊരു ആശങ്ക അവിടുത്തെ പ്രദേശവാസികൾ നമ്മളോട് പ്രകടിപ്പിക്കുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അവർ ഈ കാര്യം പോലീസിനെ അടക്കം അറിയിച്ചിട്ട് പോലും അവരുടെ ഭാഗത്തു നിന്നും ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്നുള്ള പ്രതികരണവും അവർ നമ്മളോട് നടത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇത് വാർത്തയായി അത് വേണ്ട രീതിയിൽ ഗൗരവപൂർണ്ണമായിട്ടുള്ളൊരു ശ്രദ്ധ ലഭിച്ചാൽ മാത്രമേ ആ രീതിയിലൊരു ഇടപെടൽ ഉന്നത തലങ്ങളിൽ നിന്നും ഉണ്ടാവുകയുള്ളൂ എന്ന് നമ്മൾ പ്രതീക്ഷിക്കണം. പക്ഷേ ദൗർഭാഗ്യവശാൽ മറ്റു മാധ്യമങ്ങളടക്കമുള്ള ആളുകൾ ഈ വിഷയത്തെ എടുക്കുന്നില്ല, കൈകാര്യം ചെയ്യുന്നില്ല എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഇതൊന്നും ഇവിടെ ഇത്തരത്തിലുള്ള ഇടപെടലുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിലപാടുകളൊന്നും അവരുടെ ഭാഗത്തു നിന്നും നിയമപാലകരുടെ ഭാഗത്തു നിന്നുമൊന്നും ഇത് ആദ്യമല്ല. നേരത്തെ മുതൽ തന്നെ സമാനമായിട്ടുള്ള വിഷയങ്ങളിലൊക്കെ അതിന് വേണ്ട ഗൗരവപൂർണ്ണമായിട്ടുള്ള ശ്രദ്ധ കൊടുക്കാത്ത നിലപാട് തന്നെയാണ് അവരൊക്കെ സ്വീകരിച്ചുകൊണ്ടിരുന്നത്. ഈ വിഷയത്തിലും അതുപോലെ തന്നെ തുടരുകയാണ്. പക്ഷേ ഒരു ശ്രദ്ധ വന്ന് അതിന് നടപടി ഉണ്ടായെങ്കിൽ മാത്രമേ മറ്റിടങ്ങളിൽ ഉണ്ടായതുപോലെയുള്ള വലിയ പ്രതിഷേധങ്ങളോ സംഘർഷങ്ങളോ ഒന്നും ഉണ്ടാകാതെ ഇവിടുത്തെ സൗഹൃദ അന്തരീക്ഷം അതേപോലെ തന്നെ നിലനിർത്താനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ എന്ന് മാത്രമേ നമുക്ക് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്തായാലും കേന്ദ്ര ഏജൻസികളുടെ അടക്കം അന്വേഷണം ആവശ്യമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അവിടുത്തെ ജനങ്ങളുടെ ആവശ്യവും അതുതന്നെയാണ്. വിനോദ്, വളരെ വ്യക്തമാണ്. കേരളത്തിലും ഇസ്ലാമിസ്റ്റുകളുടെ കലാപ ശ്രമം രൂപം കൊള്ളുന്നു. ഐ ലവ് മുഹമ്മദ് ഫ്ലെക്സുകൾ കേരളത്തിലും ഉയർന്നു വരികയാണ്. ഉത്തർപ്രദേശിൽ പൊട്ടിപ്പുറപ്പെട്ട
ഐ ലവ് മുഹമ്മദ് പ്രതിഷേധ ഫ്ലെക്സ് ഇങ്ങ് പത്തനംതിട്ടയിലാണ് കണ്ടെത്തിയത്. പത്തനംതിട്ട കുലശേഖരപതിയിലാണ് ഫ്ലെക്സുകൾ പ്രത്യക്ഷപ്പെട്ടത്. മുസ്ലിം യുവജന ഫെഡറേഷന്റെ പേരിലാണ് ഇത്തരം ഫ്ലെക്സുകൾ കാണപ്പെട്ടത്. എന്നാൽ ഇത് നീക്കം ചെയ്യാൻ ബന്ധപ്പെട്ട അധികാരികളോ പോലീസോ ഇതുവരെയായി തയ്യാറായിട്ടില്ല. മറ്റു മാധ്യമങ്ങളും ഇത് റിപ്പോർട്ട് ചെയ്യുന്നതുമില്ല. വിവരങ്ങൾ നൽകുകയായിരുന്നു പത്തനംതിട്ടയിൽ നിന്നും ഗോകുൽ രമേശ്.